നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ വിഷയം പാലാ നഗരസഭയിലെ വിഷയം വരികയാണ്. ആദ്യഘട്ടത്തിൽ ബിനു പുളിക്കകണ്ടത്തിന് വേണ്ടി വലിയ തരത്തിൽ വാശി പിടിക്കുന്ന സാഹചര്യം CPM-ന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസിന് വഴങ്ങുകയാണ് CPM. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പാലാ നഗരസഭയിലെ ചെയർമാൻ സ്ഥാനത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആദ്യ 2 വർഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും അതിന് തുടർന്ന് 1 വർഷം LDF-നും CPM-നും അത് കഴിഞ്ഞുള്ള 2 വർഷം വീണ്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും എന്നതായിരുന്നു ഒരു ധാരണ. ആ ധാരണയനുസരിച്ച് ആദ്യത്തെ 2 വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ രാജിവെച്ചു. തുടർന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും ചെയർമാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇവിടെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന പോലെ CPM-നകത്തോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനകത്തോ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു തർക്കമുള്ളതായിട്ട് ഇതുവരെ ഒരു നേതാവും LDF-ന്റെയോ CPM-ന്റെയോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയോ നേതാക്കന്മാര് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. ബിനു പുളിക്കകണ്ടൻ എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് ജയിച്ചു കയറുന്നു. അദ്ദേഹത്തിന് ആയിരിക്കും CPM ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക എന്നതൊരു വാർത്തയാണ്. അത് CPM എന്ന് പറഞ്ഞ പാർട്ടി അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. തന്നെയല്ല, ബിനു പുളിക്കകണ്ടത്തിനെ തന്നെ അടുത്ത 1 വർഷത്തേക്ക് മുനിസിപ്പൽ ചെയർമാനായിട്ട് അംഗീകരിക്കണം എന്നൊരു വ്യവസ്ഥയൊന്നും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിന് ശേഷമോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ട് ധാരണയിലെത്തിയിട്ടില്ല. അപ്പോൾ പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ ബിനു പുളിക്കകണ്ടത്തിനെ ഉയർത്തി കാണിക്കുന്നു. പക്ഷെ CPM-ന്റെ ഒരു പ്രഖ്യാപിതമായ ഒരു നയം, ഒരു ചട്ടം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി കൂടി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയോ പാർട്ടിയുടെ ഘടകങ്ങളെല്ലാം കൂടി അവർ പരസ്പരം തീരുമാനമെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും മുനിസിപ്പൽ ചെയർമാനോ ചെയർപേഴ്സണോ ആയിട്ട് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി തീരുമാനമെടുത്തു. ആ തീരുമാനം ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നു. ഇതിനെ ബിനു പുളിക്കകണ്ടത്തിന്റെ പേര് പറഞ്ഞ് CPM-നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് മുമ്പിൽ കീഴടങ്ങി, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ CPM-നെ കുറിച്ച് ഇങ്ങനെ വാർത്തകൾ ചമയ്ക്കുന്നത്. അവിടെ പാലായോട് അടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ഞാൻ. പാലായുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ ബിനു പുളിക്കകണ്ടവും മറ്റുള്ളവരൊക്കെ ആയിട്ട് വലിയ സൗഹൃദത്തിലുള്ള ഒരാളാണ്. പക്ഷെ ശ്രീ റെജി ലൂക്കോസ്, ഇത് കേവലം മാധ്യമങ്ങൾ ചമയ്ക്കുന്ന വിഷയം അല്ലെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ ജില്ലാ സെക്രട്ടറി റസൽ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞതാണ് കേരള കോൺഗ്രസ് അതിര് കടക്കരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിടിവാശി കാണിക്കരുത് എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ബിനു പുളിക്കകണ്ടത്തിന്റെ പേര് തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അംഗീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ പിന്തുണച്ചിരുന്ന ഒരു പേര് ബിനു പുളിക്കകണ്ടത്തിൻ്റെത് തന്നെയാണ്. ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് അത്തരത്തിലൊരു വാശി കാണിക്കരുത് എന്ന് റസൽ പറഞ്ഞതിന് പിന്നാലെയും ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് കടുംപിടുത്തം പിടിക്കുന്നു. പിന്നാലെ CPM-ന് വഴങ്ങേണ്ടുന്ന സാഹചര്യം തന്നെയാണല്ലേ? അല്ല, ഞാനതാ പറഞ്ഞത്. CPM-നെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളൊന്നും CPM അറിഞ്ഞതോ CPM ചിന്തിച്ചോ CPM ചർച്ച ചെയ്തോ അല്ല. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി റസൽ കേരള കോൺഗ്രസ് വാശി പിടിക്കരുത് എന്നൊരു വാക്ക് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. മാധ്യമങ്ങളിങ്ങനെ ചോദിച്ചു അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത്. ബിനു പുളിക്കകണ്ടമായിരിക്കും എന്നൊരു വാക്ക് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ ജില്ലയിലെ ഏതെങ്കിലും CPM നേതാവിന്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. ബിനു പുളിക്കകണ്ടത്തിനെ പലരും പ്രതീക്ഷിച്ചെന്നുള്ളൊരു സത്യമാണ്, അത് തെറ്റു പറയുന്നില്ല. അദ്ദേഹമാണ് അതിന് സാധ്യതയുള്ള ആളായിട്ട് പലരും അല്ലെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നു. പക്ഷെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അതൊന്നും ആയിരിക്കില്ല. പലപ്പോഴും നിരീക്ഷണങ്ങൾക്ക് അപ്പുറമായിരിക്കും CPM-ന്റെ തീരുമാനം എന്ന് പറഞ്ഞത്. പാലായെ സംബന്ധിച്ചോളം പാലായില് അടുത്ത 1 വർഷം CPM-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന ഒരു വ്യക്തി, അതിപ്പോ ഏതാണ്ട് ധാരണയായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, പാലാ മുനിസിപ്പൽ ചെയർമാനാവും. അതിന് അപ്പുറമായ യാതൊരു നിർവചനങ്ങൾക്കും യാതൊരു പ്രസക്തിയില്ല. ഈ കാര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് CPM-ആയിട്ട് ഇടഞ്ഞു എന്നൊക്കെ പറയുന്നതെല്ലാം ഈ സങ്കല്പത്തിലുള്ള വാർത്തകളാണ്. കേരള കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് വെച്ച് പറഞ്ഞില്ല, അതൊരു പ്രാദേശിക വിഷയമാണ്. CPM-ആണ് തീരുമാനമെടുക്കേണ്ടത്. അവർക്ക് ആരെയും മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാം, അത് ഞങ്ങൾ പിന്താങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഇത് ആവർത്തിച്ചു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവർ ആരും പറയാത്ത വാർത്തകൾ വരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനു പുളിക്കകണ്ടെന്ന് പറയുന്ന വ്യക്തിയെ ആ രീതി നിർവചിച്ചുകൊണ്ട് നടത്തുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. ബിനു പുളിക്കകണ്ടം പോലും ഈ കാര്യം അവകാശപ്പെടുകയോ ഇതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വാർത്തകളെ എന്താ പറയാ അദ്ദേഹത്തിന് അനുകൂലമായ വാർത്തകളെ ന്യായീകരിക്കുമെന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു വളരെ മാന്യനായ ഒരു മുനിസിപ്പൽ കൗൺസിലറാണ്. പാലായിൽ വളരെയധികം ജനസ്വാധീനമുള്ള ഒരു യുവ നേതാവാണ്. CPM-ന്റെ
ഏറ്റവും നല്ല മുന്നണി പോരാളികളുള്ള ഒരാളായ CPM മെമ്പറാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ വ്യാഖ്യാനിക്കപ്പെട്ട വാർത്തകളെന്ന് മാത്രമല്ല, മറ്റൊന്നിനും ഇതിലൂടെ യാതൊരു പ്രസക്തിയില്ല. റെജി ലൂക്കോസ്, ഈ വിഷയത്തിൽ കേരള കോൺഗ്രസുമായി യാതൊരുവിധ തർക്കവും ഉണ്ടായിട്ടേ ഇല്ല. അതോടൊപ്പം ഈ ബിനു പുളിക്കകണ്ടത്തെ ഒരു ഘട്ടത്തിലും ഈ സ്ഥാനാർത്ഥിയായി CPM പരിഗണിച്ചിട്ടേ ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ടാണ്? CPM-ന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ബിനു പുളിക്കകണ്ടം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കുന്നത്?